വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഉമ്മച്ചിയുടെ കോടതിയിലെ എല്ലാവരുടെയും ഗെറ്റ് ടുഗദർ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകുന്നത് ബോച്ചയിൽ. അപ്പോൾ ബോച്ചയിൽ എവിടെയോ എറണാകുളത്ത് നായരമ്പലത്തുള്ള ബോച്ചയിലാണ് ഞങ്ങൾക്ക് ഇന്നത്തെ പ്രോഗ്രാം. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടി റെഡിയാവുകയാണ്. വണ്ടി വന്നിട്ടുണ്ട്, കുറച്ച് പേരും കൂടി എത്താനുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ വന്നവരെ ഓരോരുത്തർ വണ്ടിയിലൊക്കെ കയറി. നമ്മൾ ട്രാവലറാണ് വിളിച്ചിരുന്നത്. ഏകദേശം ഒരു 33 പേരൊക്കെ കുട്ടികളടക്കം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ വണ്ടിയിലൊക്കെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടിയും പോകുമ്പോഴേക്ക് അതൊരു നല്ലൊരു വൈബാണല്ലോ. നമുക്ക് എപ്പോഴും ഓർത്ത് വെക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണല്ലോ. അപ്പോൾ പിന്നെ ഉമ്മച്ചിയുടെ പ്രധാന സ്വഭാവം എന്ന് പറഞ്ഞാൽ ഉമ്മച്ചി ആകെ ബസ്സിൽ കയറി 2 മിനിറ്റ് മാത്രമേ ഇരിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഉമ്മച്ചിക്ക് ഛർദ്ദിക്കാൻ മുട്ടുന്നതുകൊണ്ടാണെന്ന്. ഒരിക്കലുമില്ല. ഉമ്മച്ചിക്ക് ഡാൻസ് കളിക്കാൻ പോകേണ്ട ധൃതിക്ക് വെറുതെ 2 മിനിറ്റ് മാത്രമേ ഇരുന്നുള്ളൂ. അപ്പോൾ ഉമ്മച്ചി ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് പോയി. അതിൻ്റെ തക്കത്തിൽ ഞാൻ വിൻഡോ സീറ്റ് പിടിച്ചു. അപ്പോൾ നല്ല രസമാണ്. ഏകദേശം കൊടുങ്ങല്ലൂരിൽ നിന്ന് ഒരു അരമണിക്കൂറുകളൊക്കെ ഉണ്ട് നമ്മൾ ഈ പറഞ്ഞ നായരമ്പലത്തോട്ട് എത്താനായിട്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ അവസാനം അവിടെ വന്ന് ഇറങ്ങി. കണ്ടിട്ടൊക്കെ നമുക്ക് നല്ലൊരു വൈബാണ്. നമുക്ക് ഒരു ചെമ്മീൻ കെട്ടിൻ്റെ ഒക്കെ ഒരു ഇതാണ് അവിടെ ഫീൽ ചെയ്യണത്. ഭയങ്കര ശാന്തമായിട്ടൊരു അന്തരീക്ഷം പോലെയാണ്. പക്ഷെ ഇപ്പോഴത്തെ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെയിലാണല്ലോ. അപ്പം നമുക്ക് അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ട് അവിടെ ഉണ്ട്. കാരണം അവിടെ വലിയ മരങ്ങളൊന്നും ഇല്ല. അപ്പം തണലൊക്കെ വളരെയധികം കുറവായിരിക്കുള്ളൂ. ഞങ്ങളവിടെ ചെന്നിട്ട് ഓരോരുത്തർ വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ്. പിന്നെ ഈ റിസോർട്ടിൻ്റെ മാത്രം പ്രത്യേകത പറഞ്ഞാൽ ഒരു ഐലൻഡ് പോലെയാണ് കേട്ടോ ഗൈസ്. ഫുള്ളും വാട്ടർ തന്നെയാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു ഇതുണ്ടാവും. പക്ഷെ വെയിൽ കാരണം എന്താ പറയുക, നമുക്ക് പുറത്ത് നിൽക്കാൻ പറ്റില്ല. ഏതെങ്കിലും തണലത്ത് പോയിരിക്കണം. അപ്പോൾ നല്ല സുഖമാണ്, നല്ല രസമാണ്, നല്ല വൈബ് ഉണ്ടായിരുന്നു ഇവിടെ നടക്കാൻ. ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് അധികം ഈ ഭാഗത്തോട്ടൊന്നും അധികം പോകാൻ പറ്റിയില്ലായിരുന്നു. കാരണം നമ്മൾ കരിഞ്ഞു പോകുമെന്ന് പറഞ്ഞ പോലത്തെ വെയിലാണ് അവിടെ. അപ്പോൾ പിന്നെ ഞങ്ങൾ ജസ്റ്റ് നിന്നെടുത്ത് നിന്ന് തന്നെ വീഡിയോ എടുത്താണ്. പക്ഷെ നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം അവിടെ എത്രമാത്രം നല്ല ഭംഗി ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഞങ്ങളെ ടീമിൽ പെട്ട എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരാണ്. എന്തായാലും എല്ലാവരും കൂടി പോകുമ്പോൾ നമുക്ക് ഒരു ഭയങ്കര സന്തോഷമാണല്ലോ. നമ്മളെല്ലാ ദിവസം കാണുന്നവരാണെന്നുണ്ടെങ്കിലും ഈ പരിപാടിക്കൊക്കെ നമ്മൾ പോകുമ്പോൾ നമുക്ക് അതിൻ്റേതായ ഒരു സന്തോഷവും എല്ലാം ആണല്ലോ. ഇതാളുടെ ആ ഒരു ഫ്ലെക്സ് അവിടെ വെച്ചേക്കണാണ്. ഓപ്പണിംഗ് ഏരിയയിൽ തന്നെയാണ് അതിൻ്റെ ഫ്ലെക്സ് വെച്ചേക്കണത്. ഈ പറഞ്ഞ റിസോർട്ടിൻ്റെ ഓപ്പണിങ്ങിലാണ് നിൽക്കുന്നത്. ഓരോരുത്തർ അങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കണേന്. നമ്മളാ കയറുന്ന അവിടെ തന്നെ ആളുടെ ഒരു വലിയൊരു എന്താ പറയാ ഓടാൻ നിൽക്കുന്ന ഒരു പ്രതിമയുണ്ട്. പേരൊക്കെ അത് ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പം ഞാനും പോയി ഫോട്ടോ എടുത്തു. പിന്നെ ഇവിടെ വന്നപ്പോൾ ഒരു ചെറിയൊരു എന്താ പറയുക, കുറച്ച് വെള്ളമുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അതിൽ പ്രത്യേകിച്ചൊന്നും ഇല്ലാതെ തോന്നുന്നു. ഭംഗിക്ക് വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. പിന്നെ അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ എന്താ പറയുക, അവിടെ എന്തിനാണെന്ന് അറിയില്ല. ഇനിയിപ്പോൾ ഭംഗിക്കാണോന്ന് അറിയില്ല. കുറച്ച് മുയലുകൾ അവിടെ വളർത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ മൈസമോൾ എന്തായാലും ആദ്യമായിട്ടാണ് മുയലിനെ തൊടുന്നതെല്ലാം. കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ എന്താ പറയുക തൊട്ടിട്ടൊന്നുമില്ല. അപ്പം നല്ല സുഖമുണ്ടായിരുന്നു തൊടാൻ. പിന്നെ അവിടെ നല്ലൊരു തണലിൽ ഒരു ഊഞ്ഞാലിട്ടിട്ടുണ്ടായിരുന്നു. മൈസമോൾ ആദ്യം തന്നെ അവിടെ പോയിട്ട് സീറ്റ് പിടിച്ചായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഊഞ്ഞാലയിലൊക്കെ ആടി ഒരു സന്തോഷം. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഫുള്ള് ചെടികളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമാണ്. ഇങ്ങനത്തെ ഒരു റിസോർട്ട് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഞങ്ങൾ ആദ്യമായിട്ടാണ് വന്നേക്കണത്. അപ്പോൾ അതിൻ്റേതായ ഒരു ത്രില്ല് ഞങ്ങൾക്കുണ്ട്. അപ്പോൾ നിങ്ങൾ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ വരാം. കാരണം അത്ര മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഞങ്ങളുടെ തുമ്പിപ്പുണ്ട്. ഈ റിസോർട്ടിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയണത് എനിക്ക് തോന്നുന്നു ആളുടെ പ്രതിമകളാണെന്ന് തോന്നുന്നു. ആൾ ഓടാൻ നിൽക്കണതും തെങ്ങിൽ കയറുന്നതൊക്കെ ആയിട്ടുള്ള പല പൊസിഷനിലുള്ള പ്രതിമകളൊക്കെ ഉണ്ട്. അതും ഓപ്പണിങ്ങിലായതുകൊണ്ട് അതിൻ്റേതായ ഒരു ഭംഗിയുണ്ട്. പിന്നെ അവിടുത്തെ അറേഞ്ച്മെൻറ്റ്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്കത് നല്ല കംഫർട്ടബിളാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ അതറിയാം. ഞങ്ങളൊരു തണ്ണിമത്തൻ ജ്യൂസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗത്താണ് അതിൻ്റെ ബില്ലിങ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അവിടെ പോയി നമ്മളത് ബില്ല് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്കത് ഇവിടെ നിന്ന് കിട്ടുക. അപ്പോൾ ഞങ്ങളത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്.
ഗൈസ്. വീണനെ കാണില്ല. വാസു നമ്മളെ ടീമിലുള്ള കുറച്ച് ആളുകൾ വന്നപടി തന്നെ അവർ ബോട്ടിങ്ങിന് പോയായിരുന്നേ. ഞങ്ങളപ്പോൾ ഈ സെക്ഷനിൽ നിന്നിട്ട് വീഡിയോ പിടിക്കലും റീൽസ് എടുക്കലൊക്കെ ആയിരുന്നു. അതേ അടുത്ത സെക്ഷൻ സോനാൻ ഫാമിലിയാണ്. അവനോടും മൈസമോളോടും കയറണുണ്ടാന്ന് ചോദിച്ചതാണ്. അപ്പം ഞങ്ങൾ നെക്സ്റ്റ് ട്രിപ്പിൽ കയറാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് മാറി നിന്നതാണ്. അപ്പോൾ നമ്മൾ ഫുഡ് നമുക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഭാഗത്തേക്കാണ് നമ്മൾ പോവണത്. ഇവിടേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് അവർ ക്യാബിൻസ് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ഓപ്പണിങ് ഏരിയ ആയതുകൊണ്ട് നമുക്ക് അവിടെ ഒരു കംഫർട്ടബിൾ ആണല്ലോ നമുക്ക്. അപ്പോൾ ഞങ്ങളുടെ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ചാണ് ടേബിൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഓപ്പൺ സ്പേസിൽ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോണ വഴിയിലും സൈഡിലൊക്കെ ഈ മറ്റേ കെട്ടാണ്. എന്ത് മീനാണ് അവിടെ വളർത്തണമെന്ന് അറിയില്ല, പക്ഷെ നല്ല ചുറ്റിനും കെട്ട് തന്നെയാണ്. ഇതെല്ലാം ഫാമിലി ക്യാബിൻസാണ്. പക്ഷെ സൈഡിലൊക്കെ നല്ല ഭംഗിയിൽ അവർ ചെടിയൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഫുഡ് വരാൻ വേണ്ടിയിട്ട് കുറച്ച് വൈകിയായിരുന്നു. അപ്പോൾ എല്ലാവരും വെയിറ്റിംഗ് ആണ്.
അമ്മയും മോളൊന്ന് യോ പറയൂ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇവിടുത്തെ ഫുൾ പ്രോഗ്രാംസും കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ്. ഞങ്ങളിതേ ഫുഡൊക്കെ കഴിച്ചു, ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞു. അടിപൊളിയായിരുന്നു, നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ എല്ലാവരും ബോച്ചയിൽ വരാം. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. നമ്മൾക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത് ഓർഡർ ചെയ്യാം. പക്ഷെ ഇന്ന് എന്താണെന്നറിയില്ല, സൺഡേ ആയതുകൊണ്ടാണ് തോന്നുന്നു, നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഓക്കെ, ബൈ.